ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പായസം തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ഈ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യൂ. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 kg നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം. നമുക്കിത് ഒരു 1.5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം. ഇനി 1.5 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിൻ്റെ കൂടെ ഞാൻ തേങ്ങയുടെ 2 പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലിൽ കിടന്ന് ഇനി മുഴുവനായിട്ടൊന്ന് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ശർക്കര മെൽറ്റാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കിലോഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിലേക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകവും ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ 6 kg നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഈ നെയ്യിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു അടിപൊളി പായസമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. താങ്ക് യു.